നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 15-ാം തീയതി 1201 ആണ്ട് തുലാമാസം 29-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ഉത്ര നക്ഷത്രമാണ്. നക്ഷത്രം ശുഭനക്ഷത്രമാണ് ഉത്ര നക്ഷത്രം. പൊതുവെ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് ഉത്രം. പക്ഷെ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ പൊതുവെ പാവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഗ്രഹമാണ് ശനി. രാശിചക്രത്തിൽ തന്നെ ഏറ്റവും കാലദൈർഘ്യമുള്ള പാവഗ്രഹമാണ് ശനി. അപ്പോൾ ശനിദേവൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണിന്ന്. അപ്പോൾ ശനിയെ നമുക്ക് എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും ഗുണഫലത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ശരിയ പ്രാർത്ഥനാ നിരതരായിട്ടിരിക്കണം. മാത്രമല്ല ശനിയെ വിളിക്കുന്ന മന്ദനായതുകൊണ്ട് ഓരോ കാര്യത്തിന് മന്ദത ഉണ്ടാവും, അതായത് തടസ്സം ഉണ്ടാവും, കാര്യങ്ങൾ അത്ര സ്മൂത്തായി നടക്കൂല എന്ന് കണ്ട് തന്നെ ഇറങ്ങണം. അപ്പോൾ നടന്നില്ലെന്ന് പറഞ്ഞ് വലിയ പ്രയാസം വിചാരിക്കേണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കിട്ടിയെന്നുള്ള പ്രതീക്ഷയിലേ ഇന്ന് പോകാവൂ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണ്ട എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഓരോ കാര്യങ്ങളിൽ ഇന്ന് ഇടപെടേണ്ടത്. അതുപോലെ തുലാമാസത്തിലെ ഉത്ര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ആ ഒരു മാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ള ഒരു കാര്യമാണ് പറയണേ. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർക്കൊരു വാർഷിക ഫലമാണ് നമ്മൾ ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശനിയാഴ്ച ദിവസം വന്നിരിക്കുകയാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ സൂക്ഷിച്ചു പോവേണ്ട വർഷമാണ്. സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം, ശാരീരിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാം, ശത്രുഭയം ഉണ്ടാവാം, ധനനഷ്ടം ഉണ്ടാവാം. ഇങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകും. അപ്പോൾ നമ്മളിത് അറിഞ്ഞു, നമുക്കിതിനെ എങ്ങനെ അതിജീവിച്ച് പോവാം. അതിനുവേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാൻ ശനിയുടെ പിതാവായ സൂര്യനെ നിത്യവും തൊഴുക, ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. ഇതൊക്കെ ശനിയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒന്നാമത് കൊള്ളാത്ത ദിവസമെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് രാവുകാലം നോക്കി യാത്ര തിരിക്കണം. യാത്രയ്ക്ക് മാത്രം രാവുകാലം നോക്കിയാൽ മതി, യാത്ര തിരിക്കണം. ഇന്ന് രാവുകാല സമയം വരുന്നത് 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 9 മണി 16 തൊട്ട് 10:42 വരെ രാവുകാല സമയമാണ്. അപ്പോൾ രാവുകാലം 9 മണിക്ക് തുടങ്ങൂല, 9:16 തുടങ്ങുകയുള്ളൂ, 10:10 തീരൂല, 10:42 തീരുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കി വേണം രാവുകാലം എടുക്കാൻ. നമ്മൾ കലണ്ടറിൽ കണ്ടിട്ട് അതേ സമയം എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് രാവുകാലത്തിനായിരിക്കും ഇറങ്ങിയും അതുപോലെ തീർന്നെന്ന് പറഞ്ഞ് വരുന്ന സമയം രാവുകാലമായിരിക്കാം. അതുകൊണ്ട് അത് നോക്കി വേണം പോകാൻ. യാത്രയ്ക്ക് മാത്രം മതി. പിന്നെ ഒരു ശുഭകാര്യത്തിനും എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും. ഇന്ന് ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം ശരിക്ക് 6:23 തൊട്ട് 7:49 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 1 മണി 36 തൊട്ട് 3 മണി 2 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. അഭിജിത്ത് മുഹൂർത്തങ്ങളുടെ രാജാവാണ്. ആ സമയം കുറച്ച് പോസിറ്റീവ് എനർജി ഉള്ള സമയമാണ്. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള ദിവസമാണെങ്കിൽ അത് ഡബിൾ എനർജിയെ തരും. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റേഷൻ ഒപ്പിടണം, അല്ലെങ്കിൽ ഇന്നൊരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണം, ഇതൊക്കെ വരുന്നത് നമുക്ക് ഇന്നേ പറ്റുള്ളൂ, നാളെ മാറ്റി വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കണം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ശരിക്ക് 11:45 തൊട്ട് 12:23 വരെയാണ്. 12:33 വരെ. ഈ 48 മിനിറ്റിൽ ഒരു 4 മിനിറ്റ് നേരമേ കൊള്ളാതെയുള്ളൂ. ഈ 4 മിനിറ്റ് നേരം വരുന്നത് 12 മണി 7 തൊട്ട് 12 മണി 11 വരെ 4 മിനിറ്റ് നേരമേ കൊള്ളാതെയുള്ളൂ.
അപ്പോൾ അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും ശനീശ്വരൻ്റെ കളറായ നീല തുണിയോ അല്ലെങ്കിൽ കറുത്ത വസ്ത്രമോ അല്ലെങ്കിൽ മങ്ങിയ വസ്ത്രങ്ങളോ നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമുക്ക് കുറേ ഭാഗ്യദായകമായ അവസ്ഥ തരും. ശനിയുടെ നെഗറ്റീവിൽ നിന്ന് നമ്മളെ മുക്തമാക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. NTV UAE to the world.